ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ഇന്നത്തെ റബ്ബർ വിലയെക്കുറിച്ചാണ്. റബ്ബർ വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ റബ്ബറിൻ്റെ വില വൻതോതിൽ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നും റബ്ബറിൻ്റെ വില ഇടിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, റബ്ബറിൻ്റെ വില 148 രൂപ വരെ വർദ്ധിച്ചിരുന്നു. ആ ഒരു വിലയിൽ നിന്നാണ് ഇത്തരത്തിൽ വില ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും കൂടുതൽ സമയം കളയുന്നില്ല, ഇന്നത്തെ വില എന്താണെന്ന് നോക്കാം. അതിനു മുമ്പേ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മാക്സിമം അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വില എത്രയാണെന്ന് നോക്കാം. അതായത് 9/10/2024 ബുധനാഴ്ചത്തെ റബ്ബർ വിലയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ റബ്ബർ വില RSS4 കിലോയ്ക്ക് 210 രൂപയും RSS 5 207 രൂപയും ISNR 20 189 രൂപയും ലാറ്റക്സ് 60% DRC ഉള്ളതിന് 139 രൂപയുമാണ് ഇന്നത്തെ മാർക്കറ്റ് നിലവാരം. അതുപോലെ തന്നെ RSS4 ഒരു ക്വിൻ്റലിന് 21,000 രൂപയും RSS 5 20,700 രൂപയും ISNR 20 18,900 രൂപയും ലാറ്റക്സ് 60% DRC ഉള്ളതിന് 13,950 രൂപയുമാണ് ഇന്നത്തെ റബ്ബറിൻ്റെ മാർക്കറ്റ് നിലവാരം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വിപണിയെ പറ്റിയാണ്. അതായത് ബാങ്കോക്ക് മാർക്കറ്റ് വില നിലവാരത്തെ പറ്റി. RSS1 പെർ കിലോഗ്രാമിന് 234 രൂപയും RSS 2 233 രൂപയും RSS 3 232 രൂപയും RSS 4 231 രൂപയും RSS 5 230 രൂപയുമാണ് ഇന്നത്തെ മാർക്കറ്റ് നിലവാരം. അതുപോലെ തന്നെ RSS1 ഒരു ക്വിൻ്റലിന് 23,494 രൂപയും RSS 2 23,343 രൂപയും RSS 3 23,206 രൂപയും RSS 4 23,131 രൂപയും RSS 5 23,018 രൂപയുമാണ് ഇന്നത്തെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് നിലവാരം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ഇന്നത്തെ ഒട്ടുപാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാലിൻ്റെ മാർക്കറ്റ് നിലവാരത്തെ പറ്റിയാണ്. ഇന്നത്തെ വില വരുന്നത് 110 രൂപ മുതൽ 136 രൂപ വരെയാണ്. അതായത് ഗുണനിലവാരം കുറഞ്ഞ ഒട്ടുപാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാലിൻ്റെ മാർക്കറ്റ് നിലവാരം 110, 115, 120 എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ ഗുണനിലവാരം കൂടിയ ഒട്ടുപാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാലിൻ്റെ വില വരുന്നത് 125, 130, 136 എന്നിങ്ങനെയാണ്. ഒട്ടുപാലിൻ്റെ വിലയും കുറഞ്ഞ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. റബ്ബറിൻ്റെ എല്ലാ വിലയും വളരെയധികം വൻതോതിൽ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇങ്ങനെയാണ് തുടർന്ന് പോകുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വില 200-ൽ താഴെ പഴയ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ കാണുന്നുണ്ട്. റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇത് തന്നെയായാലും റബ്ബറിൻ്റെ വില ഇനി കൂടുമോ എന്നറിയില്ല. കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാർക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് സംശയങ്ങളും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള